ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. എയിംസ് നാഗ്പൂരിലെ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണ്. നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. അതിന്റെ റാങ്ക് 3075 ആയിരുന്നു. നമ്മൾ ഇന്ന് യൂണിറ്റ് 7 റിഡോക്സ് റിയാക്ഷൻസ് എന്ന ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് തുടങ്ങുവാണ്. ഓക്കെ. Chemistry deals with varieties of matter and change of one kind of matter into another. Transformation of one matter from one kind into another occurs through the various types of reactions. One important category of such reactions is called redox reaction. ഇപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് എന്താണ്? കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫോം ഓഫ് മാറ്റർ വേറെ ഫോം ഓഫ് മാറ്റർ ഒരുപാട് റിയാക്ഷൻസ് അങ്ങനെ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട്. അങ്ങനെ ചേഞ്ച് നടക്കുന്ന ഒരു തന്നെ റിയാക്ഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻസ്. അപ്പൊ എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്? നമുക്ക് നോക്കാം. A number of phenomena, both physical as well as biological, are concerned with redox reactions. These reactions find extensive use in pharmaceutical, biological, industrial, metallurgical and agricultural areas. എന്താണ് റിഡോക്സ് റിയാക്ഷൻസ്? എന്താണ്? ഒരുപാട് സ്ഥലത്ത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. പല ഇൻഡസ്ട്രീസ്, ഫാർമസ്യൂട്ടിക്കൽ ആയാലും ബയോളജിക്കൽ ആയാലും ഇൻഡസ്ട്രിയൽ, മെറ്റലർജിക്കൽ, അഗ്രികൾച്ചർ, ഈ ഇൻഡസ്ട്രീസിലെല്ലാം റിഡോക്സ് റിയാക്ഷൻസിന് വലിയ റോൾ ഉണ്ട്. The importance of these reactions is apparent from the fact that burning of different types of fuels for obtaining energy for domestic transport and other commercial purposes, electrochemical processes for extraction of highly reactive metals and non-metals, manufacturing of chemical compounds like caustic soda, operation of dry and wet batteries, and corrosion of metal fall within the purview of redox process. Redox reactions വരുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ പർപ്പസ് ഇല്ല, നമ്മൾ ഫ്യൂലിന്റെ കമ്പഷൻ എല്ലാം എന്താണ്? റിഡോക്സ് റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സസ്, പിന്നെ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ, നോൺ മെറ്റൽസിന്റെ എക്സ്ട്രാക്ഷൻ, പിന്നെ കുറെ കെമിക്കൽ കോമ്പൗണ്ട്സിന്റെ മാനുഫാക്ചറിങ്, കോസ്റ്റിക് സോഡ പോലുള്ളത്, പിന്നെ ഡ്രൈ ആൻഡ് വെറ്റ് ബാറ്ററീസ്, അതിന്റെ ഓപ്പറേഷൻ റിഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കൊറോഷൻ ഓഫ് മെറ്റൽസ്, അതിനകത്തെല്ലാം റിഡോക്സ് റിയാക്ഷന് വലിയ റിഡോക്സ് റിയാക്ഷന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ടാണ് പറയുന്നത്. Of late, environmental issues like hydrogen economy and development of ozone hole have started figuring under redox. ഹൈഡ്രജൻ എക്കോണമി, ഓസോൺ, അതെല്ലാം എന്താണ്? ഓസോൺ ഹോൾ ഡിപ്ലീഷൻ ഒക്കെ എന്താണ്? റിഡോക്സ് റിയാക്ഷൻസ് പരിധി വരുന്ന കാര്യങ്ങളാണ്. ക്ലാസിക്കൽ ഐഡിയ ഓഫ് റിഡോക്സ് റിയാക്ഷൻ അടുത്ത ഹെഡിംഗ് എന്ന് പറയാൻ പോകും. ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ റിയാക്ഷൻസ്. ഈ റിഡോക്സ് റിയാക്ഷൻസ് എന്നുള്ള പേരിൽ തന്നെ ഈ റിഡോക്സിൽ തന്നെ റിഡക്ഷൻ, ഓക്സിഡേഷൻ, ഒരു റിയാക്ഷൻ തന്നെ റിഡക്ഷനും ഓക്സിഡേഷൻ നടക്കും. അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നോക്കാം. ഒറിജിനലി ദി ടേം ഓക്സിഡേഷൻ വാസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി അഡീഷൻ ഓഫ് ഓക്സിജൻ ടു ആൻ എലമെന്റ് ഓർ എ കോമ്പൗണ്ട്. എന്താണ് ഓക്സിഡേഷൻ? നമ്മൾ സാധാരണ പറയുന്നത് എന്ത് റിയാക്ഷൻസിനാണ്? നമ്മൾ ഓക്സിജനെ ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് അല്ലെ, അഡീഷൻ ഓഫ് എൻ ഓക്സിജൻ ആറ്റം, അങ്ങനെയുള്ള റിയാക്ഷൻസ് നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻസ് എന്ന് വിളിച്ചിരുന്നത്. Because of the presence of dioxygen in the atmosphere, many elements combine with it, and this is the principal reason why they commonly occur on the earth in the form of their oxide. ഇപ്പൊ എന്താണ് ഓക്സിജന്റെ നമ്മുടെ അറിയാം, നമ്മുടെ അറ്റ്മോസ്ഫിയർ ഓൾമോസ്റ്റ് 20% എന്താണ്? 21% ഓക്സിജൻ ആണ്. ഇപ്പൊ എന്താണ്? പല എലിമെന്റ്സും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് അതിന്റെ ഓക്സൈഡ്സ് ആയിട്ടാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. The following reactions represent oxidation process according to the limited definition of oxidation. അപ്പൊ നമ്മൾ എന്താണ് ഓക്സിഡേഷന്റെ ഡെഫിനേഷൻ നമ്മൾ പണ്ട് പറഞ്ഞത് എന്തായിരുന്നു? അഡീഷൻ ഓഫ് ഓക്സിജൻ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റിയാക്ഷൻസിന്റെ എക്സാമ്പിൾസ് ആണ് എനിക്ക് തന്നേക്കുന്നത്. എന്തൊക്കെയാണ് അത്? മഗ്നീഷ്യവും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നു. പിന്നെ സൾഫർ ഓക്സൈഡ്, സൾഫർ ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്തുണ്ടാകും. ഇൻ റിയാക്ഷൻ 7.1 and 7.2 എന്ന് വെച്ചാൽ MgOയും SO2 ഫോം ചെയ്യുന്ന ഈ റിയാക്ഷൻസിൽ the elements magnesium and sulfur are oxidized on account of addition of oxygen to them. എന്താണ്? നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്തുകൊണ്ടാണ് അതിന് ഓക്സിഡേഷൻ നടന്നു എന്ന് നമ്മൾ പറഞ്ഞത്. Similarly, methane is oxidized owing to the addition of oxygen to it. അപ്പം മീഥേന്റെ കമ്പഷൻ റിയാക്ഷനിൽ എന്താ? നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യാണ് ശരിക്കും. A careful examination of reaction 7.3 in which hydrogen has been replaced by oxygen prompted chemists to reinterpret oxidation in terms of removal of hydrogen from it. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? മീഥേന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മീഥേനിൽ നിന്ന് ഹൈഡ്രജന്റെ റിമൂവൽ അവിടെ സൈമിൾട്ടേനിയസ് ആയിട്ട് നടന്നു. ഓക്സിജൻ എന്താണ് ആഡ് ചെയ്യുന്നതിന് കൂടാണ്ട് അവിടെ ഹൈഡ്രജന്റെ റിമൂവൽ അതിന്റെ കൂടെ നടന്നു. അപ്പൊ അതിനൊരു ഓക്സിഡേഷൻ റിയാക്ഷൻ ഒരു പുതിയ ഡെഫിനേഷൻ കൊണ്ടുവന്നത്. എന്താണ്? ഒന്നെങ്കിൽ ഓക്സിഡേഷനോ അഡീഷൻ ഓഫ് ഓക്സിജൻ, അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇത് രണ്ടും എന്താണ്? ഓക്സിഡേഷൻ ആണെന്നുള്ളൊരു പുതിയ ഡെഫിനേഷനിലേക്ക് എത്തിയത്. And therefore the scope of term oxidation was broadened to include the removal of hydrogen from a substance. അപ്പം എന്താണ്? ഒരു സബ്സ്റ്റൻസിൽ നിന്ന് ഹൈഡ്രജൻ നമ്മൾ റിമൂവ് ചെയ്താലും നമ്മൾ പറയും അവിടെ ഓക്സിഡേഷൻ റിയാക്ഷൻ നടന്നു നമ്മൾ പറയും. ഓക്കെ. The following illustration is another reaction. അപ്പൊ എന്താണ്? അതിന്റെ ഒരു വേറെ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത്. എന്താണ്? H2S ഉം
O2 കൂടെയുള്ള റിയാക്ഷൻ. അതിനകത്ത് നമുക്ക് H2S നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്തത് ഡൈസൾഫർ ആയിട്ട് മാറും. ഇതും എന്താണ്, ഇത് ഒരു തരം ഓക്സിഡേഷൻ റിയാക്ഷൻ. As knowledge of chemists grew, it was natural to extend the term oxidation for reactions similar to പറഞ്ഞ റിയാക്ഷൻസിലെല്ലാം which do not involve oxygen but other electronegative elements. ഇപ്പൊ എന്താണ് ഇപ്പൊ ആ കാലത്ത് ഇതായിരുന്നു ഓക്സിഡേഷൻ റിയാക്ഷൻ. സമയം പോകുന്നതോറും അവർ പുതിയ ഡെഫിനിഷൻ കൊണ്ടുവന്നു. ഇതേപോലെ റിയാക്ഷൻസിൽ പക്ഷേ ഓക്സിജന് പകരം വേറെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് അതിന് ഓക്സിജൻ പ്ലേസിൽ കയറുന്നു. അപ്പൊ അതിന് അങ്ങനെയുള്ള റിയാക്ഷൻസ് ആണ് താഴെ തന്നേക്കുന്നത്. എന്താണ്, നമുക്ക് നമ്മുടെ മഗ്നീഷ്യം ഓക്സിജൻ റിയാക്ട് ചെയ്ത പോലെ മഗ്നീഷ്യവും ഫ്ലൂറിന് റിയാക്ട് ചെയ്തു, മഗ്നീഷ്യം ക്ലോറിൻ റിയാക്ട് ചെയ്തു, മഗ്നീഷ്യം സൾഫർ റിയാക്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെയുള്ള റിയാക്ഷൻ എന്താണ്, ഓക്സിജന് പകരം വേറെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് റിയാക്ഷൻസിൽ പങ്കെടുക്കും. The oxidation of magnesium with fluorine, chlorine and sulfur etc. occurs according to the polar reaction. അപ്പോൾ ആ റിയാക്ഷൻസ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു. Incorporating the reactions within the fold of oxidation reactions encourage chemists to consider not only the removal of hydrogen as oxidation, but also the removal of electropositive elements as oxidation. So നോക്കുമ്പോൾ അടുത്ത റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതാണ്ടല്ലോ പൊട്ടാസ്യം ഫെറോസയനൈഡ്. അതിന് നമ്മൾ H2O2 വെച്ച് ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ നോക്കുക, ഇവിടെ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആയിട്ടുള്ള പൊട്ടാസ്യം K4 നിന്ന് ഒരു K മാറുന്നതാണ് അവിടെ KOH ആയിട്ട് മാറും. അപ്പൊ ഈ ഇങ്ങനെയുള്ള റിയാക്ഷൻസ് ഇതും എന്താണ്, ഇത് അവരുടെ ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആയിട്ട് അവിടെ കൺസിഡർ ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്, ഇവിടെ നോക്കുക, നമ്മുടെ K4FeCN6+, ഇതിനകത്ത് നമ്മുടെ Fe എന്ന് പറയുന്നത് +2 സ്റ്റേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഈ എലമെന്റ് ഈ കോമ്പൗണ്ടിൽ നിന്ന് ഒരു പൊട്ടാസ്യത്തിനെ അവർ റിമൂവ് ചെയ്തു. പൊട്ടാസ്യത്തിനെ റിമൂവ് ചെയ്തപ്പോൾ എന്ത് പറ്റി, ഇവിടെ Fe2+ എന്തായിട്ട് മാറി, Fe3+ ആയിട്ട് മാറി. ഇപ്പൊ ഈ റിയാക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ F2+ സ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന Fe3+ ആയിട്ട് മാറി. ഒരു ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ആയിട്ടുള്ള പൊട്ടാസ്യത്തിനെ അതിൽ നിന്ന് റിമൂവ് ചെയ്തപ്പോൾ Fe2+ Fe3+ ആയിട്ട് മാറി. ഇതും എന്താണ്, ഇതും ഒരുതരം ഓക്സിഡേഷൻ റിയാക്ഷൻ ആയിട്ട് അവർ കൺസിഡർ ചെയ്തു. It's interpreted as oxidation due to removal of electropositive element potassium from potassium ferrocyanide. Therefore, it changes to potassium ferricyanide. അപ്പൊ എന്താണ്, ഒരു പൊട്ടാസ്യത്തിന് മാറ്റിയപ്പോൾ potassium ferrocyanide potassium ferricyanide മാറി. To summarize, the term oxidation is defined as the addition of oxygen or electronegative element to a substance or removal of hydrogen or electropositive element of a substance. ഇപ്പൊ എന്താണ്, ഓക്സിഡേഷന് വേണ്ടി ഒരു ഡെഫിനേഷൻ പറയാൻ പറഞ്ഞപ്പോൾ നമുക്ക് എന്താ പറ്റി, ഒന്നാമത്തെ നമ്മൾ ആദ്യം എന്താണ് കൺസിഡർ ചെയ്തത്, എന്താണ് അഡീഷൻ ഓഫ് ഓക്സിജൻ. അത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, MgO2 കൂടെ റിയാക്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ എന്താണ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ആഡ് ചെയ്യുന്നു. Mg തന്നെ നമ്മൾ ഫ്ലൂറിനും ക്ലോറിനും ആയിട്ടൊക്കെ ആഡ് ചെയ്തു അല്ലേ, അത് നമ്മൾ കണ്ടു. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ അതും നമ്മൾ കണ്ടതാണ്, H2S കേസിലൊക്കെ നമ്മൾ കണ്ടു. പിന്നെ ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റിനെ നമ്മൾ റിമൂവ് ചെയ്തു. ഇപ്പൊ നമ്മൾ അവസാനം കണ്ട കോംപ്ലക്സിൽ നിന്ന് ആ കോംപ്ലക്സിൽ നമ്മൾ പൊട്ടാസ്യത്തിന് റിമൂവ് ചെയ്തപ്പോൾ എന്താണ് ഫെറോസയനൈഡ് ഫെറിസയനൈഡ് ആയിട്ട് മാറി. ഇതെല്ലാം ഓക്സിഡേഷൻ റിയാക്ഷന്റെ ഡെഫിനേഷൻസ് ആണ്. ഓക്കെ, ഇൻ ദ ബിഗിനിങ് റിഡക്ഷൻ വാസ് കൺസിഡർഡ് ആസ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഫ്രം എ കോമ്പൗണ്ട്. അപ്പൊ എന്താണ്, നമ്മൾ ഓക്സിഡേഷൻ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണെന്ന് പറഞ്ഞ പോലെ തന്നെ ആദ്യ സമയത്ത് റിഡക്ഷൻ എന്ന് പറയുന്നത് ഓക്സിജനെ റിമൂവൽ ചെയ്യുന്നതാണ് ആദ്യം കൺസിഡർ ചെയ്ത്. However, the term reduction has been broadened these days to include, ഇപ്പൊ നമ്മൾ റിഡക്ഷൻ പറയുന്നത് എന്താണ്, ഒന്നത് റിമൂവൽ ഓഫ് ഓക്സിജൻ, ആദ്യം പറയുന്നത് റിമൂവൽ ഓഫ് ഓക്സിജൻ ഇപ്പോഴും ഉണ്ട്. അല്ലെങ്കിൽ എന്തായി, റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് ഫ്രം എ സബ്സ്റ്റൻസ് അല്ലെ, നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് ആഡ് ചെയ്യുന്ന എന്തായിരുന്നു ഓക്സിഡേഷൻ ആയിരുന്നു, അതേപോലെ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിനെ റിമൂവ് ചെയ്യുന്നത് റിഡക്ഷൻ ആയിട്ട് മാറി. ഓർ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്തായിരുന്നു ഓക്സിഡേഷൻ ആയിരുന്നു, അതിപ്പോ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്തായി റിഡക്ഷൻ ആയി. വെച്ചാൽ ഓക്സിഡേഷന്റെ ഡെഫിനേഷൻ എന്തായിരുന്നു, അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് റിഡക്ഷന്റെ ഡെഫിനേഷൻ. പിന്നെ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ്, റിമൂവൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ടു സബ്സ്റ്റൻസ്. റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് നമ്മൾ ഓക്സിഡേഷൻ ആയത് പറയുന്നു. അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് എന്തായി റിഡക്ഷൻ. ഓക്കെ, according to the definition given above, the following are the examples of reduction process. അപ്പൊ റിഡക്ഷൻ പ്രോസസ്സിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ HgOയിൽ നിന്ന് എന്തായി, അത് ഡീകമ്പോസിഷൻ വഴി HgO2 ആയി. ഇവിടെ എന്താണ് റിമൂവൽ ഓഫ് ഓക്സിജൻ ഇവിടെ നടക്കും. ഇപ്പൊ എന്തായി, ഇത് റിഡക്ഷൻ ആണ്. അടുത്ത് നോക്കാം, FeCl3 H2 ആയിട്ട് റിയാക്ട് FeCl2 HCl ആയി. ഇവിടെ എന്താ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ആണ് ഇവിടെ നടത്തിയത്.
സോറി അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ല, റിമൂവൽ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് അല്ലേ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടെ FeCl3 നിന്ന് ഇവിടെ ഒരു Cl നമ്മൾ കളഞ്ഞു. അപ്പൊ ഇവിടെ +3 ആയിരുന്ന Fe ഇവിടെ +2 ആയിട്ട് മാറി. ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് റിമൂവ് ചെയ്തപ്പോൾ അവിടെ റിഡക്ഷൻ സംഭവിച്ചു. പിന്നെ നോക്കുക CH2 C2H4ലേക്ക് നമ്മൾ H2നെ ആഡ് ചെയ്യുന്നു. ഇപ്പൊ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? അതും റിഡക്ഷൻ ആണ് അല്ലേ. പിന്നെ HgCl2ഉം SnCl2ഉം കൂടെ റിയാക്ട് ചെയ്തു. ഒന്ന് Hg2Cl2 ആയി, ഒന്ന് SnCl4 ആയി. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ HgCl2 ആദ്യം എന്തായിരുന്നു? +2 സ്റ്റേറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്തായിട്ട് മാറി? +1 സ്റ്റേറ്റിലേക്ക് പോയി. അപ്പൊ ഇവിടെ എന്താ റിഡക്ഷൻ സംഭവിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കാം. ഇൻ റിയാക്ഷൻ 7.11 എന്ന് വെച്ചാൽ നമ്മുടെ HgCl2 ടിൻ ക്ലോറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത ആ റിയാക്ഷനിൽ simultaneous oxidation of stannous chloride to stannic chloride is also occurring because of the addition of electronegative element chlorine to. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ HgCl2 ഇന്ന് അവരെന്താണ് അത് ക്ലോറിൻ ആറ്റംസിനെ എടുത്തോണ്ട് പോയി, ആ ഒരു SnCl. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ SnCl2 എന്താണ് ക്ലോറിന് വാങ്ങുകയാണ്. വെച്ചാൽ SnCl2 ഒരു ഇലക്ട്രോനെഗറ്റീവ് എലമെന്റിന് വാങ്ങുകയാണ്. ഇപ്പൊ അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ് നമ്മൾ പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ. ഇപ്പൊ ഇവിടെ Hgക്ക് റിഡക്ഷൻ ആണ് സംഭവിച്ചത്, പക്ഷേ ടിന്നിന് എന്താ ഇവിടെ സംഭവിച്ചത്? ഇവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. ശരി. It was soon realized that oxidation and reduction always occur simultaneously. Hence the word redox was coined for this class of chemical. ഈ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ മെർക്കുറിക്ക് റിഡക്ഷൻ സംഭവിച്ചെങ്കിലും ടിന്നിന് അവിടെ എന്താണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പൊ എന്താണ് ഇവര് ഓക്സിഡേഷൻ റിയാക്ഷൻ നോക്കിയപ്പോൾ ഇവരെപ്പോഴും ഓക്സിഡേഷൻ റിയാക്ഷനും റിഡക്ഷൻ റിയാക്ഷൻസ് എപ്പോഴും ഒരുമിച്ചാണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ റിയാക്ഷൻസിന് അവർ പേരിട്ടു റിഡോക്സ് റിയാക്ഷൻ എന്ന് പേരിട്ടു. ഓക്കെ, അടുത്ത ഹെഡിങ്ങിലേക്ക് നമുക്ക് പോവാം. റിഡോക്സ് റിയാക്ഷൻസ് ഇൻ ടേംസ് ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. നമ്മൾ അടുത്ത റിഡോക്സ് റിയാക്ഷനെ ഇലക്ട്രോൺ ട്രാൻസ്ഫർ വെച്ച് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 3 റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. NaCl, Naയും Cl2 കൂടെ റിയാക്ട് ചെയ്ത് NaCl ആവുന്നു. Naയും O2 കൂടെ റിയാക്ട് ചെയ്ത് Na2O ആവുന്നു. Naയും Sഉം കൂടെ റിയാക്ട് ചെയ്ത് Na2S ആവുന്നു. ഇത് 3 എന്താണ്? റിഡോക്സ് റിയാക്ഷൻസ് ആണ്. Because in each of these reactions, sodium is oxidized to the addition of either oxygen or more electronegative element to sodium. അപ്പൊ എന്താണ് ഓരോ റിയാക്ഷനിലും സോഡിയത്തിലേക്ക് എന്താണ് ഒരു ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റിനെ ആഡ് ചെയ്യുന്നു. അപ്പൊ ഇത് 3 എന്താണ്? ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആണ്. Simultaneously, chlorine, oxygen and sulfur are reduced because to each of these electropositive elements sodium has been added. അതേപോലെ തന്നെ സോഡിയത്തിന് കൂടെ ആഡ് ചെയ്യപ്പെട്ട എലമെന്റ്സ് ഉണ്ടല്ലോ, ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ. അപ്പൊ അവരിലേക്കെല്ലാം നമ്മൾ സോഡിയത്തിനെ ആഡ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ ഈ എലമെന്റ്സിലേക്ക് എന്താണ് നമ്മൾ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള സോഡിയത്തിനെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് ഇവർക്കെല്ലാം സത്യത്തിൽ റിഡക്ഷൻ സംഭവിക്കുന്നു. ഫ്രം അവർ നോളജ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് വി ഓൾസോ നോ ദാറ്റ് സോഡിയം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡ് ആൻഡ് സോഡിയം സൾഫൈഡ് ആർ അയോണിക് കോമ്പൗണ്ട്സ് ആൻഡ് പെർഹാപ്സ് ബെറ്റർ റിട്ടൺ ആസ്. അപ്പൊ എന്താണ് ഈ സോഡിയം ക്ലോറൈഡ്, സോഡിയം ഓക്സൈഡും സോഡിയം സൾഫൈഡ് ഒക്കെ എന്താണ്? അയോണിക് കോമ്പൗണ്ട്സ് ആണ്. ഡെവലപ്മെന്റ് ഓഫ് ചാർജസ് ഓൺ ദി സ്പീഷീസ് പ്രൊഡ്യൂസ് സജസ്റ്റ് അസ് ടു റീറൈറ്റ് ദി റിയാക്ഷൻ. ഇപ്പൊ നമ്മൾ അയോണിക് കോമ്പൗണ്ട്സ് ആയിട്ട് തന്നെ ഓരോന്നിനും നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ എഴുതാം. ഇല്ല, ഓരോ ആറ്റത്തിനും ചാർജസ് ഉണ്ട്. അപ്പൊ ആ ചാർജ് നമ്മൾ ചാർജ് ട്രാൻസ്ഫർ ഇവിടെ കാണിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എന്താണ്? NaCl2 കൊണ്ട് റിയാക്ട് ചെയ്ത് NaCl ഫോം ചെയ്യുന്നു. അവിടെ 2 Na, ഓരോ സോഡിയത്തിൽ നിന്ന് ഓരോ ഇലക്ട്രോൺ. ഓക്കെ അല്ലേ? ഓരോ ഇലക്ട്രോൺ അവർ ലൂസ് ചെയ്ത് മൊത്തത്തിൽ എന്താ അവിടെ 2 ഇലക്ട്രോൺസിന്റെ ലോസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ Cl2, ഓരോ Cl ആറ്റവും ഓരോ ഇലക്ട്രോണെ വാങ്ങി Cl- ആവും. അപ്പൊ എന്താണ് സോഡിയത്തിൽ നിന്ന് ലൂസ് ചെയ്ത ഇലക്ട്രോൺ ക്ലോറിൻ ഗെയിൻ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ സോഡിയം ഓക്സൈഡ് നോക്കുകയാണെങ്കിൽ സോഡിയത്തിൽ നിന്ന് ലോസ് ആയ 2 ഇലക്ട്രോൺ അതായത് നമ്മുടെ ഓക്സിജൻ വാങ്ങും. ഓക്കെ, പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ സോഡിയത്തിൽ നിന്ന് ലൂസ് ആയ 2 ഇലക്ട്രോൺ ഇവിടെ സൾഫർ വാങ്ങുന്നു. ഓക്കെ, for convenience each of the above process can be considered as 2 separate steps അല്ലേ. അപ്പൊ നമുക്ക് സോഡിയം ഇലക്ട്രോണെ കളയുന്നതും അതിന്റെ കൂടെയുള്ള ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടും ഇലക്ട്രോണെ വാങ്ങുന്നതും നമുക്ക് ഓരോ സെപ്പറേറ്റ് സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് എഴുതി കാണിക്കാം. അപ്പൊ ഫസ്റ്റ് NaClന്റെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് സോഡിയം എന്തായി 2 ഇലക്ട്രോണെ കളഞ്ഞ് 2 Na+ ആറ്റം മാറി. ക്ലോറിൻ ആണെങ്കിൽ 2 ഇലക്ട്രോണെ വാങ്ങി 2 Cl- ആറ്റം ആയിട്ട് മാറി. ഈച്ച് ഓഫ് ദി above steps is called a half reaction. അപ്പൊ ഈ ഓരോ സ്റ്റെപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാഫ് റിയാക്ഷൻ. ഒരു റിയാക്ഷന്റെ ഒരു കമ്പോണന്റ് മാത്രമാണ് ഓരോ റിയാക്ഷനും കാണിക്കുന്നത്. ഓക്കെ,
which explicitly shows involvement of electrons. Sum of the half reactions gives the overall reaction. അപ്പോൾ നമ്മൾ ഈ ഓരോ ഹാഫ് റിയാക്ഷനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഫുൾ റിയാക്ഷൻസ് കിട്ടും. അപ്പൊ അവിടെ എന്താ രണ്ട് ഇലക്ട്രോൺസിന് നമുക്ക് എന്താ അപ്പുറത്ത് ഇപ്പുറത്ത് കട്ട് ചെയ്ത് കളയാം, നമുക്ക് ഫുൾ റിയാക്ഷൻ ഇങ്ങനെ കിട്ടും. അപ്പൊ ഈ റിയാക്ഷൻസിൽ ഇലക്ട്രോൺസ് ഇൻവോൾവ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഹാഫ് റിയാക്ഷൻസ് എഴുതി കാണിച്ചത്. ഓക്കെ, റിയാക്ഷൻ 7.12 to 7.14 എന്ന് വെച്ചാൽ നമ്മുടെ സോഡിയവും ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ് ആയിട്ടുള്ള റിയാക്ഷൻസ് സജസ്റ്റ് ദാറ്റ് ഹാഫ് റിയാക്ഷൻസ് ദാറ്റ് ഇൻവോൾവ് loss of electrons are called oxidation reactions. Similarly, the half reactions that involve gain of electrons are called reduction reactions. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻസിലെല്ലാം നമുക്ക് എന്താണ് ഹാഫ് റിയാക്ഷൻസ് എഴുതാൻ പറ്റും. അപ്പൊ ആ റിയാക്ഷൻസിൽ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് അതിനാണ് നമ്മൾ അതിനകത്തുള്ള ഓക്സിഡേഷൻ റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇലക്ട്രോൺ കിട്ടുന്ന റിയാക്ഷൻസ് ആയിരുന്നു ഇത് അവിടുത്തെ റിഡക്ഷൻ റിയാക്ഷൻ. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ സോഡിയം ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ റിയാക്ഷൻ. ക്ലോറിൻ ഇലക്ട്രോൺ വാങ്ങുന്ന റിയാക്ഷൻ അതാണ് ഇവിടുത്തെ reduction reaction. Okay. It may not be out of context to mention that the new way of defining oxidation and reduction has been achieved only by establishing a correlation between the behavior of species as per the classical idea and the interplay in electron transfer change. അപ്പൊ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഐഡിയാസ് എന്തൊക്കെയാണ്? നമ്മുടെ ഓക്സിജന്റെ അഡീഷൻ, ഹൈഡ്രജന്റെ റിമൂവൽ, അങ്ങനെയുള്ള ക്ലാസിക്കൽ ഐഡിയാസും ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചേഞ്ച് ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്താണ് ഈ ഒരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തിയതെന്നാണ് പറയുന്നത്. ഇൻ റിയാക്ഷൻസ് 7.12 to 7.4 ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ട റിയാക്ഷൻസിൽ സോഡിയം വിച്ച് ഇസ് ഓക്സിഡേഷൻ നടക്കുന്ന സോഡിയം അതാണ് ഒരു ആക്ട് ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ബിക്കോസ് ഇറ്റ് ഡൊണേറ്റ്സ് ഇലക്ട്രോൺ ടു ഈച്ച് ഓഫ് ദി എലമെന്റ്സ് ഇന്ററാക്ടിങ് വിത്ത് ഇറ്റ് ആൻഡ് ദെൽസ് ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ്. ഇപ്പൊ എന്താ നമ്മുടെ സോഡിയത്തിന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലേ, എന്ന് വെച്ചാൽ ഇലക്ട്രോൺ അത് ലൂസ് ചെയ്യുന്നു. പക്ഷെ അതേസമയം ആ സോഡിയം എന്താണ് ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് ഇലക്ട്രോണിനെ ഡൊണേറ്റും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റേതിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഡിയം അവിടെ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് റിയാക്ഷൻ, റെഡോക്സ് റിയാക്ഷൻ. ഓക്കെ, ക്ലോറിൻ, ഓക്സിജൻ ആൻഡ് സൾഫർ ആർ റെഡ്യൂസ്ഡ്. ഇപ്പൊ എന്താണ് ക്ലോറിൻ ഓക്സിജനും സൾഫറും അവിടെ റിഡക്ഷൻ സംഭവിക്കുന്നു. ആൻഡ് ആക്ട് as oxidizing agents because these accept electrons from sodium. ഇപ്പൊ എന്താണ് ഇവർക്ക് മൂന്നുപേർക്കും റിഡക്ഷൻ സംഭവിക്കുന്നു. മാത്രമല്ല ഇവര് സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോണെ അക്സെപ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പൊ സോഡിയത്തിൽ നിന്ന് ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇവരെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിഡക്ഷൻ നടക്കുന്ന ആൾക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. To summarize, we may mention that oxidation എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇലക്ട്രോൺ ബൈ എനി സോഴ്സ്. അതാണ് സിമ്പിൾ ആയിട്ടുള്ള ഓക്സിഡേഷന്റെ ഡെഫിനേഷൻ. അപ്പൊ എന്താണ് റിഡക്ഷൻ? ഇലക്ട്രോൺ കളയുന്നതാണ് ഓക്സിഡേഷൻ. ഇപ്പൊ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വാങ്ങുന്നത് അല്ലെങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് നമ്മൾ റിഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്സിഡൈസിങ് ഏജന്റ് ബാക്കിയുള്ളവരെ ഓക്സിഡൈസ് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓക്സിഡൈസ് ചെയ്യുക? അവരിൽ നിന്ന് ഇലക്ട്രോൺ വാങ്ങിക്കൊണ്ട് അവരെ ഓക്സിഡൈസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് പറയുന്നത്. എന്ന് വെച്ചാൽ അക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺസ്, അവരെ നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ്സ് എന്ന് വിളിക്കുന്നു. റെഡ്യൂസിങ് ഏജന്റ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റേ ആളെ റിഡക്ഷൻ നടക്കാൻ സഹായിക്കുന്ന ആൾ, എന്ന് വെച്ചാൽ അവർക്ക് ഇലക്ട്രോണെ കൊടുക്കുന്ന ആൾ, അവരെയാണ് നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അതാണ് ഡോണർ ഓഫ് ഇലക്ട്രോൺസ്, അതാണ് റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻഡയറക്റ്റ്ലി പറയാം റിഡക്ഷൻ നടക്കുന്ന ആളാണ് റിഡോക്സ് റിയാക്ഷൻ. റെഡ്യൂസിങ് ഏജന്റ് ആണെങ്കിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആളാണ് റിഡോക്സ് റിയാക്ഷനിൽ റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അടുത്ത നമുക്ക് പറയാനുള്ളത് കോമ്പറ്റീറ്റീവ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ്. Place a strip of metallic zinc in aqueous solution of copper nitrate as shown in figure 7.1. അപ്പൊ എന്താ? നമുക്കൊരു കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലേക്ക് കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ സിങ്ക് റോഡ് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഫോർ അബൌട്ട് 1 hour, 1 മണിക്കൂർ നേരത്തേക്ക് നമ്മൾ ആ സിങ്ക് റോഡ് കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് ഇടുക. You may notice that the strip becomes coated with reddish metallic copper and the blue color of the solution disappears. അപ്പൊ നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിങ്ക് സ്ട്രിപ്പ്, നമുക്ക് റെഡിഷ് കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളർ, അതിന്റെ ഇന്റൻസിറ്റി, formation of zinc 2+ ions among can easily be judged when the blue color of the solution due to Cu2+ has disappeared. അപ്പൊ എന്താണ്? നമുക്ക് ഈ സൊല്യൂഷന്റെ ബ്ലൂ കളറിന്റെ
ആ ബ്ലൂ കളർ കുറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? സൊല്യൂഷനിലേക്ക് zinc 2+ അയോൺസ് കൂടുതലായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ആ ബ്ലൂ കളർ കുറയുന്നത് പറയുന്നത്. If hydrogen sulfide gas is passed through the colorless solution contained Zn2+ ions, appearance of white zinc sulfide can be seen on making the solution alkaline with ammonia. അപ്പൊ നമ്മൾ എന്താണ് ഈ സൊല്യൂഷൻ, ഇപ്പൊ കളർ കുറഞ്ഞ സൊല്യൂഷൻ നമ്മൾ ആദ്യം അമോണിയ വെച്ച് ആൽക്കലൈസ് ചെയ്യുന്നത്, എന്നിട്ട് നമ്മൾ അതിനകത്ത് കൂടെ എന്താണ് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് കടത്തിവിടുന്നു. അപ്പൊ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് കടത്തിവിട്ടാൽ നമുക്ക് സിങ്ക് സൾഫൈഡിന്റെ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈഡ്രജൻ സൾഫൈഡ് എന്തിനാ കടത്തിവിട്ടത്? നമുക്ക് സൊല്യൂഷനിൽ zinc 2+ അയോൺസ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്, അതുകൊണ്ടാണ് കളർ കുറഞ്ഞെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് അതിലൂടെ കടത്തിവിട്ടത്. അപ്പൊ നമുക്ക് അത് കടത്തിവിടുമ്പോൾ വൈറ്റ് zinc സൾഫൈഡ് ഡെപ്പോസിറ്റ് നമുക്ക് അവിടെ കിട്ടും. ഓക്കെ, the reaction between metallic zinc and the aqueous solution of copper nitrate. ഇപ്പൊ എന്താണ് ഇവിടെ നമ്മുടെ സിങ്ക് സ്ട്രിപ്പും കോപ്പർ നൈട്രേറ്റ് സൊല്യൂഷൻ തമ്മിലുള്ള റിയാക്ഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കോപ്പർ സിങ്ക് സ്ട്രിപ്പിൽ എന്താണ് മെറ്റാലിക് സിങ്ക് അവിടെ ഉണ്ട്, അത് നമ്മുടെ സൊല്യൂഷനിലുള്ള കോപ്പർ അയോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നതായി Zn2+ കോപ്പറുമായിട്ട് മാറി. ഈ കോപ്പർ എവിടെയാണ് കിടക്കുന്നത്? സോളിഡ് ആയിട്ടുള്ള കോപ്പർ എന്തായി? ആ കോപ്പർ ആണ് നമ്മുടെ സിങ്ക് സ്ട്രിപ്പിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ നമുക്കൊരു റെഡിഷ് കളർ അവിടെ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ എക്സ്പെരിമെന്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സിങ്ക് സ്ട്രിപ്പ് നമ്മുടെ സൊല്യൂഷനിൽ ഇട്ട് വെച്ചു, നമ്മുടെ കോപ്പർ നൈട്രേറ്റിന്റെ കളർ കുറഞ്ഞു, മാത്രമല്ല നമ്മുടെ സിങ്ക് സ്ട്രിപ്പിൽ ബ്രൗൺ കളർ എന്താണ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഫൈനൽ സ്റ്റേജിൽ നമുക്ക് സൊല്യൂഷൻ മൊത്തത്തിൽ കളർലെസ് ആയി, എന്താണ് സിങ്ക് സ്ട്രിപ്പിൽ കോപ്പർ മൊത്തത്തിൽ ഡിപ്പോസിറ്റ് ആയി. ഓക്കെ, ഇൻ റിയാക്ഷൻ 7.15 എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാണുന്ന റിയാക്ഷനിൽ zinc has lost electrons to form Zn2+ and therefore zinc is oxidized. അപ്പൊ എന്താണ് സിങ്കിന് ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടുകൊണ്ട് zinc 2+ ആയിട്ട് മാറി, and therefore zinc is oxidized. അപ്പൊ എന്താണ് സിങ്കിന് അവിടെ ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്, കാരണം Zn2+ + 2 ഇലക്ട്രോൺസ് ആയിട്ട് മാറി. ഹാഫ് റിയാക്ഷൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് വരിക. ഓക്കെ അല്ലേ? Evidently now zinc is oxidized, releasing electrons, something must be reduced. അപ്പൊ എന്താണ് സിങ്ക് റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് പോയി എന്തിനെങ്കിലും റെഡ്യൂസ് ചെയ്യണം. അപ്പൊ ഇലക്ട്രോൺസ് പോയി ആരുടെ കയറി? നമ്മുടെ കോപ്പർ 2+ അയോണായിട്ട് കയറി. ഇവിടെ കോപ്പർ 2+ അയോൺസ് ആ സിങ്ക് റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് വാങ്ങി എന്താ റിഡക്ഷൻ സംഭവിച്ച് കോപ്പർ അയോൺസ് ആയിട്ട്, കോപ്പർ അയോൺസ് ഇല്ല കോപ്പർ ആറ്റംസ് ആയിട്ട് മാറി, സോളിഡ് മെറ്റാലിക് കോപ്പർ അയോൺസ് ആയിട്ട് മാറി. നമ്മൾ നോക്കുകയാണെങ്കിൽ ആ റിയാക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. സിങ്ക് 2 ഇലക്ട്രോൺ വാങ്ങി zinc 2+ ആയിട്ട് മാറി, Cu2+ ഇലക്ട്രോൺ വാങ്ങി Cu ആയിട്ട് മാറി. ഇവിടെ നടന്ന റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. At this stage, we may investigate the state of equilibrium for the reaction represented by equation 7.14. For this purpose, let us place a strip of metallic copper in a zinc sulfate solution. അപ്പൊ നമുക്ക് എന്താണ് ഈ റിയാക്ഷൻ നമ്മൾ നേരെ റിവേഴ്സ് റിയാക്ഷൻ നടത്തുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഒരു കോപ്പർ സ്ട്രിപ്പ് സിങ്ക് നൈട്രേറ്റ് സൊല്യൂഷനിൽ നമ്മൾ വെക്കുകയാണ്, എന്നിട്ട് നമ്മൾ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കും. No visible reaction is noticed and the attempt to detect presence of Cu2+ by passing H2S gas through the solution to produce the black color of cupric sulfide does not succeed. അപ്പൊ എന്താണ്, ഇപ്പൊ നമ്മൾ നേരെ തിരിച്ചുള്ള റിയാക്ഷൻ നടക്കുമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തു? സിങ്ക് നൈട്രേറ്റ് സൊല്യൂഷനിലേക്ക് നമ്മൾ കോപ്പർ സ്ട്രിപ്പ് വെച്ച് റിയാക്ഷൻ എന്തെങ്കിലും നടക്കും, ചേഞ്ചസ് എന്തെങ്കിലും നടത്തുന്നുണ്ടോ നമ്മൾ നോക്കി. അപ്പൊ നമുക്ക് എന്താ, നമ്മൾ നോക്കുമ്പോൾ വിസിബിളി നമുക്ക് ചേഞ്ച് ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൊല്യൂഷനിലേക്ക് സൊല്യൂഷനിലേക്ക് Cu2+ അയോൺ വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ Cu2+ സൊല്യൂഷൻ നമ്മൾ ആ സൊല്യൂഷനിലേക്ക് നമ്മൾ എന്താണ് H2S നമ്മൾ കടത്തിവിട്ടു. നേരത്തെ സിങ്കിന് ചെയ്ത പോലെ തന്നെ H2S ഗ്യാസ് നമ്മൾ കടത്തിവിട്ടു. അപ്പൊ എന്ത് വേണം? സൊല്യൂഷനിൽ Cu2+ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ആ Cu2+ എന്താ നമ്മുടെ H2S ആയിട്ട് റിയാക്ട് ചെയ്ത് എന്ത് പറ്റും? നമുക്ക് Cus കിട്ടും. അതൊരു ബ്ലാക്ക് കളർ ആയിട്ട് മാറും, Cus ഫോം ചെയ്ത. അപ്പൊ എന്താ, നമുക്ക് H2S കടത്തി വിട്ടപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പൊ ആ റിയാക്ഷനിലൂടെ നമുക്ക് മനസ്സിലായി എന്താണ്, നമ്മുടെ സൊല്യൂഷനിൽ Cu2+ അയോൺസ് വന്നിട്ടില്ല. ഓക്കെ, cupric sulfide has such low solubility that is yet this is an extremely sensitive test, yet the amount of Cu2+ formed cannot be detected. അപ്പൊ എന്താണ്, cupric sulfide solubility വളരെ കുറവാണ്, അതുകൊണ്ട് തന്നെ H2S ഗ്യാസ് ഇച്ചിരിയെങ്കിലും Cu2+ അതിനകത്തുണ്ടെങ്കിൽ H2S ഗ്യാസ് നമ്മൾ കടത്തി വിട്ടാൽ എന്താണ്, അപ്പൊ തന്നെ നമുക്ക് ബ്ലാക്ക് കളർ കിട്ടേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്ക് ഈ സൊല്യൂഷനിൽ എന്താണ് ഒട്ടും Cu2+ അയോൺസ് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ഔ ടു കോപ്പർ മെറ്റൽ ആൻഡ് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. അപ്പൊ എന്താണ് നമ്മൾ പ്രാവശ്യം എന്താണ് സിങ്ക് നൈട്രേറ്റിന് എടുക്കുന്നതിന് പകരം ആരെ എടുത്ത് സൊല്യൂഷനിൽ നമ്മൾ സിൽവർ നൈട്രേറ്റിന് എടുക്കും. എന്നിട്ട് എന്താ നമ്മൾ വീണ്ടും കോപ്പർ സ്ട്രിപ്പ് എടുത്ത് വെക്കുകയാണ്. സൊല്യൂഷൻ ഡെവലപ്സ് ബ്ലൂ കളർ. അപ്പൊ ഇപ്രാവശ്യം എന്താ പറ്റി, ഇപ്രാവശ്യം നമുക്ക് സൊല്യൂഷനിൽ ബ്ലൂ കളർ ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പൊ അതിനർത്ഥം എന്താണ്, നമ്മുടെ സൊല്യൂഷനിൽ Cu2+ അയോൺസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ബ്ലൂ കളർ ഫോം ചെയ്തത്. അപ്പൊ ആ റിയാക്ഷൻ നമ്മൾ റിവേഴ്സിലേഷൻ ചെയ്തതാണെങ്കിൽ എന്താണ്, നമ്മുടെ മെറ്റാലിക് കോപ്പർ Ag+ നിന്ന് റിലീസ് ചെയ്ത ഇലക്ട്രോൺസുമായിട്ട് കമ്പൈൻ ചെയ്ത് മെറ്റാലിക് കോപ്പർ 2 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നു. ഇലക്ട്രോൺ പോയി മെറ്റാലിക് സിൽവർ ആയിട്ട് മാറുന്നു. ഇതാണ് നമ്മുടെ ഇവിടെ എന്താണ് കോപ്പറിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു, 2 ഇലക്ട്രോണിനെ കളഞ്ഞുകൊണ്ട് 2 സിൽവർ Ag+ അയോൺ എന്താണ് ആ ഇലക്ട്രോണെ വാങ്ങി Ag മെറ്റൽ ആവുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കാം. ഫസ്റ്റ് റിയാക്ഷനിൽ എന്താണ് സിങ്ക് സൊല്യൂഷനിൽ നിന്ന് കോപ്പറിനെ ഡിസ്പ്ലേസ് ചെയ്തു. പക്ഷെ രണ്ടാമത്തെ എക്സ്പെരിമെന്റിൽ കോപ്പറിന് സിങ്കിനെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല. മൂന്നാമത്തെ റിയാക്ഷനിൽ കോപ്പർ സിൽവറിനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മൾ ഇനി വീണ്ടും ഒരു റിയാക്ഷൻ നടത്തുന്നു. Let us also compare the reaction of metallic cobalt placed in nickel sulfate solution. അപ്പൊ നമ്മൾ മെറ്റാലിക് കോബാൾട്ട് സ്ട്രിപ്പ് എന്താണ് നിക്കൽ സൾഫേറ്റ് സൊല്യൂഷനിൽ വെക്കുന്നു. അപ്പൊ അവിടെ റിഡോക്സ് റിയാക്ഷൻ നമുക്ക് എന്താണ് ഒബ്സർവ് ചെയ്യാൻ പറ്റി. എന്താണ് കോബാൾട്ട് 2 ഇലക്ട്രോൺ വാങ്ങി കളഞ്ഞുകൊണ്ട് Cu2+ ആവുന്നു. നിക്കൽ ആ 2 ഇലക്ട്രോണെ വാങ്ങി Na ആവുന്നു, Na സോളിഡ് ആവും. At equilibrium, chemical tests reveal that both Na2+ and CO2+ are present at moderate concentration. ഇപ്പൊ എന്താണ് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്തപ്പോൾ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷനിൽ നിന്ന് Na2+ അയോണും CO2+ രണ്ടു അയോണും നമുക്ക് സൊല്യൂഷനിൽ നിന്ന് കണ്ടെത്താൻ പറ്റി. In this case, neither the reactants nor the products are greatly favored. അപ്പൊ ഈ കേസിൽ എന്താണ് റിയാക്ടന്റെയോ പ്രൊഡക്റ്റിനെയോ ഗ്രേറ്റ്ലി നമുക്ക് ഫേവർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ് ഫസ്റ്റ് റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ പ്രൊഡക്ട്സിനെയായിരുന്നു കൂടുതൽ ഫേവർ ചെയ്തത്. എന്ന് വെച്ചാൽ Zn2+നും Cu സോളിഡ് ആയിട്ട് നിൽക്കുന്നതാണ് അവിടെ ഫേവർ ചെയ്തത്. രണ്ടാമത്തെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലും എന്താണ് ഇവിടെ റിയാക്ഷൻസിനാണ് കൂടുതൽ ഫേവർ ചെയ്തത്. കാരണം എന്താണ് അത് കോപ്പറിന് സിങ്കിനെ അവിടെ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് അവിടെ റിയാക്ഷൻസ് ആയിരുന്നു കൂടുതൽ ഫേവർ ചെയ്തത്. ഇനി മൂന്നാമത്തെ റിയാക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടെ കോപ്പറും സിൽവറും കൂടെ നമ്മൾ വെച്ചപ്പോൾ എന്താണ് അവിടെ പ്രൊഡക്ട്സിനായിരുന്നു കൂടുതൽ ഫേവർ ചെയ്തത്. കാരണം അവിടെ Cu2+ഉം Ag ആയിരുന്നു അവിടെ ഫോം ചെയ്തത്. ഈ നാലാമത്തെ റിയാക്ഷൻ നോക്കിയപ്പോൾ എന്താണ് നമ്മൾ കോപ്പർ നിക്കോലായിട്ടുള്ള റിയാക്ഷൻ നോക്കിയപ്പോൾ എന്തായി അവിടെ റിയാക്ഷൻസ് പ്രൊഡക്ട്സ് ഓൾമോസ്റ്റ് സെയിം കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, this competition for release of electrons incidentally reminds us of the competition for release of protons among acids. The similarity suggests that we might develop a table in which metals and their ions are listed on the basis of their tendency to release electrons, just as we do in cases of acids to indicate the strength of acid. ഇപ്പൊ എന്താണ് ഈ ഓരോ മെറ്റൽസും വേറെ മെറ്റൽസായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് റിലീസ് ചെയ്യാനുള്ള ടെൻഡൻസി എന്താണ് അവര് ആസിഡ്സിന്റെ പ്രോട്ടോൺ ഡൊണേറ്റിംഗ് ടെൻഡൻസി ആയിട്ട് നമ്മൾ എന്താണ് കമ്പയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ആസിഡിക് സ്ട്രെങ്ത് നമ്മൾ എങ്ങനെയാണ് ഓർഡറിൽ എഴുതുന്നത്, ആസിഡിക് സ്ട്രെങ്ത് നമ്മൾ എഴുതുന്നത് ഒരു ആസിഡിന് എത്ര പെട്ടെന്ന് പ്രോട്ടോൺ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ അതാണ് എന്താണ് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് നമ്മൾ പറയുന്നത്. അപ്പം H+ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവ് വെച്ച് നമ്മൾ ആസിഡ്സിന്റെ സ്ട്രെങ്ത് എഴുതി. അതേപോലെ തന്നെ എത്ര പെട്ടെന്ന് ഇലക്ട്രോണിന് വിട്ടു കൊടുക്കാൻ പറ്റും അത് വെച്ച് അതിന്റെ ടെൻഡൻസി വെച്ച് നമുക്ക് എന്താണ് മെറ്റൽസിന് നമുക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. As a matter of fact, we have already made certain comparisons. By comparison, we have come to know that zinc releases electrons to copper and copper releases electrons to silver. അപ്പൊ എന്താണ് സിങ്ക് കോപ്പറും കൊണ്ട് എന്താണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നതെങ്കിൽ സിങ്ക് എന്താണ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്ത് അത് കോപ്പറിന് കൊടുക്കും. അതേപോലെ തന്നെ കോപ്പറും സിൽവറും കൂടെ നമ്മൾ റിയാക്ട് ചെയ്താൽ കോപ്പർ ഇലക്ട്രോൺസിന് ആർക്ക് ഡൊണേറ്റ് ചെയ്യും, സിൽവറിന് ഡൊണേറ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ആ ഓർഡറിൽ നമ്മൾ മെറ്റൽസിനെ എഴുതുന്നതിനെ നമ്മൾ വിളിച്ച പേരാണെന്ത്, ആ എഴുതുന്ന സീരീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റൽ ആക്ടിവിറ്റി സീരീസ് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, this competition for electrons between various metals helps us to design a class of cells named as
ഗാൽവാനിക് സെൽ. ഇപ്പൊ ഇങ്ങനെ മെറ്റൽസിന് ഇലക്ട്രോൺസ് എന്താണ് കളയാനുള്ള ടെൻഡൻസി വെച്ച് നമുക്ക് എന്താണ് അത് നമ്മൾ ആപ്ലിക്കേഷൻ ആയിട്ട് ഉപയോഗിച്ചത് എവിടെയാണ്? ഗാൽവാനിക് സെൽസിലാണ് നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അത് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ക്ലാസ് 12th ചാപ്റ്ററിൽ നമ്മളത് പഠിക്കും. ഓക്കെ, അപ്പം ഇങ്ങനെ ആലോചിക്കുക, ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ ടെൻഡൻസി കൂടുതലുള്ള മെറ്റൽ ഏതാണോ ആ മെറ്റല് ഇലക്ട്രോൺ കൊടുക്കാനുള്ള ടെൻഡൻസി കുറവുള്ള ആളെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യും. അങ്ങനെ നോക്കുകയാണെങ്കിൽ സിങ്കിനാണ് സിങ്ക് 2+ ആവാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് Cu2+ ആവാനുള്ള ടെൻഡൻസിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സിങ്ക് മെറ്റലിന് Cu2+ ഉള്ള ഒരു സൊല്യൂഷൻ നമ്മൾ വെച്ചാൽ എന്ത് ചെയ്യും? സിങ്ക് പോയി ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യും. എന്താണ് കോപ്പറിൽ എന്താണ് സിങ്ക് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്തുകൊണ്ട് സിങ്ക് 2+ ആവും. കോപ്പർ അവിടെ എന്തായും? കോപ്പർ മെറ്റലായിട്ട് പോസിറ്റീവ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ ഒരു ജനറൽ ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇനി അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാണ്, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, a less obvious example of electron transfer is realized when hydrogen combines with oxygen to form water by the reaction. ഇപ്പൊ എന്താണ് ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്ത് വാട്ടർ ഫോം ചെയ്യുന്ന റിയാക്ഷൻ. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ എന്താണ് ഹൈഡ്രജനിലേക്ക് നമ്മൾ ഓക്സിജൻ ആഡ് ചെയ്യണം. അപ്പൊ ഹൈഡ്രജൻ ഇവിടെ ഓക്സിഡേഷൻ സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ ഓക്സിജനിലേക്ക് നമ്മൾ ഹൈഡ്രജൻ ആഡ് ചെയ്യണം. അപ്പൊ ഓക്സിജൻ ഇവിടെ എന്താണ് റിഡക്ഷൻ സംഭവിക്കുകയാണ്. ഓക്കെ, so not simple in its approach, yet we can visualize the hydrogen atom as going from a neutral state in H2 to a positive state in H2O. ഇപ്പൊ എന്താണ് നമുക്ക് യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നില്ല, എന്നാലും നമുക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യാം? ഹൈഡ്രജൻ മോളിക്യൂള് ഹൈഡ്രജൻ ഒരു ന്യൂട്രൽ സ്റ്റേറ്റിലായിരുന്നു ഇരുന്നത്. അപ്പൊ അതെന്താ, അത് വാട്ടർ ആയിട്ട് ഫോം ചെയ്തപ്പോ എന്തായി? ഹൈഡ്രജൻ ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഇലക്ട്രോണ് കളഞ്ഞുകൊണ്ട് ഒരു പോസിറ്റീവ് സ്റ്റേറ്റിലേക്ക് വാട്ടറിലായപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് പോയി നമുക്ക് ഇമാജിൻ ചെയ്യാം. അതേപോലെ തന്നെ ന്യൂട്രൽ ആയിരുന്ന ഓക്സിജൻ ആറ്റം അതെന്തായത് വാട്ടർ ഫോം ചെയ്തപ്പോൾ ഒരു ഡൈനെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോയി, H2 വരും. അങ്ങനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, it is assumed that there is an electron transfer from hydrogen to oxygen and consequently hydrogen is oxidized and O2 is produced. അപ്പൊ എന്താണ് നമുക്ക് ഈ റിയാക്ഷനിൽ നമുക്ക് എന്താണ് ഒരു അസംഷൻ ഉണ്ടാക്കാം. എന്താണ് ഹൈഡ്രജൻ 2 ഇലക്ട്രോണെ കളഞ്ഞുകൊണ്ട് ആ ഇലക്ട്രോൺ ആര് വാങ്ങുന്നു? ഓക്സിജൻ വാങ്ങുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, കാരണം അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് എവിടെയാണ്? അയോണിക് സോളിഡ്സിലാണ് വരുന്നത്. പക്ഷെ ഇവിടെ എന്താണ് നമുക്ക് അങ്ങനെ ഒരു ട്രാൻസ്ഫർ നടന്നു നമുക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, however we shall see later the charge transfer is only partial and is perhaps better described as an electron shift rather than a complete loss of electron. എന്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചാർജ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പാർഷ്യൽ ആണ്. ഇപ്പൊ ഫുള്ളി ചാർജ് ട്രാൻസ്ഫർ നടന്ന എന്ത് അയോണിക് കോമ്പൗണ്ട് ആയിട്ട് മാറി, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു സാധനം നടക്കുന്നില്ല, ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് ആണ് ഇവിടെ നടക്കുന്നത്. കംപ്ലീറ്റ് ലോസ് ഓഫ് ഇലക്ട്രോണിന് പകരം ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. What has been said here with respect to equation may be true for a good number of other reactions. അപ്പം H2O2 കൂടെ നടന്ന റിയാക്ഷൻ നമുക്ക് വേറെ റിയാക്ഷൻസിലും പറയാം. ഫോർ എക്സാമ്പിൾ ഇവിടെ H2 Cl2 തമ്മിലുള്ള റിയാക്ഷൻ, H2 Cl2 കൂടെ കമ്പൈൻ ചെയ്ത് HCl ഫോം ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ന്യൂട്രൽ ആയിരുന്ന ഹൈഡ്രജൻ കുറച്ച് ഇലക്ട്രോൺസിനെ യൂസ് ചെയ്തുകൊണ്ട് H+ ആവുന്നു. ന്യൂട്രൽ ആയിരുന്ന Cl2 ഹൈഡ്രജൻ യൂസ് ചെയ്ത് ഇലക്ട്രോൺ വാങ്ങി Cl- ആവുന്നു. അതേപോലെ തന്നെ CH4 Cl2 തമ്മിലുള്ള റിയാക്ഷൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ ന്യൂട്രൽ ആയിട്ടിരുന്ന Cl2 അല്ലെ, ന്യൂട്രൽ ആയിട്ടിരുന്ന Cl2 ഇലക്ട്രോണെ വാങ്ങി Cl- ആയിട്ട് മാറുന്നു. പിന്നെ ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റിൽ ഇരുന്ന H4 എന്തായിട്ട് മാറി? ഇവിടെ HCl പോസിറ്റീവ് H ആയിട്ട് മാറി, +1 ആയിട്ട് മാറി. ഓക്കെ, in order to keep track of electron shifts in chemical reactions involving formation of covalent compounds, and more practical method of using oxidation number has been developed. എന്താണ് കോവാലന്റ് കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ, ഓക്കെ, ഇപ്പൊ കോവാലന്റ് കോമ്പൗണ്ട്സ് നമ്മൾ റിയാക്ട് ചെയ്ത് പുതിയ കോമ്പൗണ്ട്സ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്യാൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, in this method it is always assumed that there is a complete transfer of electrons from a less electronegative atom to a more electronegative atom. ഇതിനകത്ത് എന്താ നമ്മൾ പറഞ്ഞു, ഈ റിയാക്ഷൻസ് സാധാരണ ഒരു ഇലക്ട്രോൺ ഷിഫ്റ്റ് ആണ് നടക്കുന്നത്, ലോസും ഗെയിനും നടക്കുന്നില്ല, ഇലക്ട്രോൺ ഷിഫ്റ്റ് ആണ് നടക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് അസ്യൂം ചെയ്യും, എന്താണ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിൽ നിന്ന് മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് ഒരു കംപ്ലീറ്റ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നതായിട്ട് നമ്മൾ അസ്യൂം ചെയ്യും.
ഇപ്പൊ എന്താണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യം ഹൈഡ്രജൻ ഓക്സിജൻ തമ്മിലുള്ള റിയാക്ഷൻ നമ്മൾ എടുക്കാം. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ഓക്സിജൻ അവരുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ മോളിക്യുലേഴ്സ് നിൽക്കുമ്പോൾ ന്യൂട്രൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു, ആ ന്യൂട്രൽ സ്റ്റേറ്റിൽ അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഹൈഡ്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ്, ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ എന്താണ്, 0 ആണ്. ഓക്കെ, ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂൾ ഇല്ല, ഇപ്പൊ ഓരോ ഹൈഡ്രജൻ മോളിക്യൂളിൽ നിന്ന് നമുക്ക് 2 ഇലക്ട്രോൺസ് വെച്ച് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൊത്തം 4 ഇലക്ട്രോൺസ് ഇവിടെ ഹൈഡ്രജനിൽ നിന്ന് ലൂസ് ആവുന്നുണ്ട്. ഓക്കെ, O2 ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരുന്നു. ഇവിടെ 2H2O, ഈ H2O ഓരോ ഓക്സിജൻ ആറ്റവും -2 ആണ്. അപ്പം മൊത്തത്തിൽ 2 ഓക്സിജൻ ആറ്റം ഉള്ളതോടെ -4 ആണ്. ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ലൂസ് ചെയ്ത 4 ഇലക്ട്രോൺസ് 2 ഓക്സിജൻ ആറ്റം എടുത്തു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ ഓരോന്നിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും, ഇവിടെ H2O ഹൈഡ്രജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഇവിടെ +1 ആണ്. കാരണം ഒരു H2 മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ഉണ്ട്. ഓരോ ഹൈഡ്രജനും ഓരോ ഇലക്ട്രോണാണ് കളഞ്ഞത്. ഓക്കെ, ഓരോ ഓക്സിജൻ 2 ഇലക്ട്രോണെ വാങ്ങിയത് കൊണ്ട് നമ്മൾ അതിനെ -2 ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ H2 Cl2 സെയിം തന്നെ വരും. നോക്കാം, ഇവിടെ ഹൈഡ്രജൻ മോളിക്യൂള് ഒരു ഹൈഡ്രജൻ മോളിക്യൂള് 2 ഇലക്ട്രോണെ കളഞ്ഞു. ഓരോ ഹൈഡ്രജൻ എത്ര ഇലക്ട്രോണെ കളഞ്ഞു, 1 ഇലക്ട്രോണാണ് കളഞ്ഞത്. അതുകൊണ്ട് ഇവിടെ പ്രൊഡക്റ്റിൽ ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് +1 ആവും. അതേപോലെ തന്നെ Cl2 ഗ്രൗണ്ട് സ്റ്റേറ്റിൽ 0. പിന്നെ എന്താണ്, ഓരോ Cl ആറ്റവും ഓരോ ഇലക്ട്രോണെ വാങ്ങി -1 ആവും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ റിയാക്ഷനിൽ നമുക്ക് ഇങ്ങനെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ എവിടെയാണ് ഇലക്ട്രോൺ ലോസ് ആയത് ഗെയിൻ ആയതെന്ന് ട്രാക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റ് ആണ് എന്താണ്, ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിജൻ ആണ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം ഫസ്റ്റ് റിയാക്ഷനിൽ. അപ്പൊ അത് ഇലക്ട്രോണെ വാങ്ങും. അപ്പൊ അതിന് നെഗറ്റീവ് ഓക്സിഡേഷൻ നമ്പർ ആയിരിക്കും കിട്ടുക. അതേപോലെ തന്നെ രണ്ടാമത്തെ റിയാക്ഷൻ H2 Cl2 ആണ് കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ്. അപ്പൊ അത് ഇലക്ട്രോണെ വാങ്ങി നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കിട്ടും. മൂന്നാമത്തേലും അത് തന്നെ. ഓക്കെ, it may be emphasized that the assumption of electron transfer is made for bookkeeping purpose only, and it will become obvious at a later stage in this unit that it leads to the simple description of redox reaction. ഇപ്പൊ എന്താണ്, ഈ ഇലക്ട്രോൺ ട്രാൻസ്ഫർ നടക്കുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നില്ല. കോവാലന്റ് കോമ്പൗണ്ട്സ് oxidation number denotes the oxidation state of an element in a compound ascertained according to a set of rules formulated on the basis that electron pair in a covalent bond belongs entirely to more electronegative element. ഇപ്പൊ എന്താണ്, ഏത് എലമെന്റിന് നമ്മൾ ഏത് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണം നമ്മൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിനു വേണ്ടി നമ്മളൊരു സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ റൂൾസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അസംഷൻ എന്തായിരുന്നു, ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിരിക്കും ഒരു കോവാലന്റ് ബോണ്ട് ഉള്ള ഒരു കോവാലന്റ് മോളിക്യൂളിൽ കോവാലന്റ് ബോണ്ട് ആയിട്ട് നിൽക്കുന്ന 2 ആറ്റംസ് തമ്മിൽ ഇലക്ട്രോൺസ് എങ്ങോട്ടായിരിക്കും വാങ്ങുന്നത്, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റിലായിരിക്കും ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസി കൂടുതലുള്ള അസംഷൻ വെച്ചാണ് നമ്മൾ ആ ഏത് എലമെന്റിന് നമ്മൾ ഏത് ഓക്സിഡേഷൻ നമ്പർ കൊടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. It is not always possible to remember or make out easily in a compound or ion which element is more electronegative than the other. Therefore, a set of rule has been formulated to determine the oxidation number. അപ്പോൾ ഏത് എലമെന്റ് ആണ് ഏത് എലമെന്റിനെക്കാളും ഇലക്ട്രോനെഗറ്റീവ് നമുക്ക് എപ്പോഴും ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഓക്സിഡേഷൻ നമ്പർ കൊടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവന്നു. ഓക്കെ, if 2 or more than 2 atoms of an element are present in the molecule or ion such as Na2S2O3 Cr2O7, the oxidation number of the atom of that element will be the average of the oxidation number of all the atoms of that element. ഇപ്പൊ നമ്മള് ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ എങ്ങനെ തീരുമാനിക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ Na2S2O3 എന്ന കോമ്പൗണ്ടിൽ നമ്മൾ S2 കൺസിഡർ ചെയ്യുന്നു. ഇപ്പൊ S2വിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ ആ കോമ്പൗണ്ടിലുള്ളത് നമ്മൾ X ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഓരോ സൾഫർ ആറ്റത്തിന്റെയും ആ കോമ്പൗണ്ടിലുള്ള ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? അതിനകത്തുള്ള അതിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ആവറേജ് നമ്മൾ എടുക്കും. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ S2 ആണെങ്കിൽ ഇവിടെ X/2 ആയിരിക്കും അവിടെയുള്ള ഓരോ സൾഫർ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ. അതേപോലെ തന്നെ അവിടുത്തെ O3 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ O3യുടെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ X ആയിട്ട് എടുത്താൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് എന്തായിരിക്കും? X/3 ആയിരിക്കും. ഓക്കെ അല്ലേ?
അതേപോലെ CR2O7 2 O7 കിടപ്പുണ്ട്. O7 ഓക്സിജൻ സ്റ്റേറ്റ് എക്സ് ആണെങ്കിൽ ഓരോ ഓക്സിജൻ ആറ്റത്തിന്റെയും ഓക്സിജൻ സ്റ്റേറ്റ് എന്തായിരിക്കും? X/7 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആവറേജ് എടുക്കുക ഓരോ ആറ്റത്തിന്റെ ഓക്സിജൻ കിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് റൂൾസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ റൂൾസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ റൂൾ, in elements in the free or the uncombined state, each atoms bear an oxidation number of 0. Evidently such atoms has the, ഇപ്പൊ എന്താണ് പറയുന്നത്, ഫ്രീ സ്റ്റേറ്റ് അല്ലെങ്കിൽ അൺകമ്പൈൻഡ് സ്റ്റേറ്റില് എലമെന്റൽ സ്റ്റേറ്റ് ആണ് നിൽക്കുന്നത് എങ്കിൽ അതുള്ള ഓരോ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2 മോളിക്യൂൾ, O2 മോളിക്യൂൾ, Cl2 മോളിക്യൂൾ, O3 മോളിക്യൂൾ, P4 മോളിക്യൂൾ, SH മോളിക്യൂൾ, സോഡിയം മെറ്റൽ, മെഗ്നീഷ്യം മെറ്റൽ, അലൂമിനിയം മെറ്റൽ, ഇവരെല്ലാം എന്താണ്? ഫ്രീ, എന്താണ്, അൺകമ്പൈൻഡ് നിൽക്കുന്ന സ്റ്റേറ്റ് ആണ്. ഈ സ്റ്റേറ്റിൽ എന്താണ് അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ റൂൾ നോക്കാം. ഫോർ അയോൺസ് കമ്പോസ്ഡ് ഓഫ് ഓൺലി വൺ ആറ്റം, ഓക്സിഡേഷൻ നമ്പർ is equal to the charge on the ion. ഇപ്പൊ എന്താണ്, അയോൺസ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് ആണെങ്കിൽ, അല്ലെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന അയോൺസ് ആയിട്ട് നിൽക്കുന്ന ആറ്റംസ് ആണെങ്കിൽ അവരുടെ ചാർജ് തന്നെയായിരിക്കും അവരുടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അതിന്റെ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ദസ് Na+ അയോൺ ഹാസ് എൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് +1. ഇപ്പൊ Na+ ആണെങ്കിൽ എന്താണ്, +1 ആണ് അവിടുത്തെ ചാർജ്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആയിരിക്കും. Mg2+ ആണെങ്കിൽ +2, Fe3+ ആണെങ്കിൽ അതിന്റെ +3, Cl- ആണെങ്കിൽ -1, O2- ആണെങ്കിൽ -2. അപ്പൊ അങ്ങനെ നമുക്ക് പറഞ്ഞു പോകാം. In their compounds, all alkali metals have oxidation number of +1. അല്ലേ, ആൽക്കലി മെറ്റൽസ് നമുക്കറിയാം പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള എലമെന്റ്സ് ആണ് ആൽക്കലി മെറ്റൽസ്. അപ്പൊ അവരുടെ ഓക്സിഡേഷൻ നമ്പർ എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. ആൽക്കലി മെറ്റൽസ് എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് 1 മെറ്റൽസ്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് 1 മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഒരു കോമ്പൗണ്ടിൽ എപ്പോഴും എന്തായിരിക്കും? +1 ആയിരിക്കും. And all alkaline earth metals has an oxidation number of +2. അപ്പൊ ആൽക്കലൈൻ മെറ്റൽസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 മെറ്റൽസ് എപ്പോഴും ഒരു കോമ്പൗണ്ടിൽ വരുവാണെങ്കിൽ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും +2 ആയിരിക്കും. വേറെ ഒന്നും അതിനെ വരത്തില്ല. അലൂമിനിയം is regarded to have an oxidation number of +3 in all its compounds. അലൂമിനിയം ആണ് ഏതെങ്കിലും കോമ്പൗണ്ട്സിൽ വരുന്നതെങ്കിൽ അതിന്റെ എപ്പോഴും ഉള്ള ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആയിരിക്കും. അപ്പൊ നമ്മളൊരു കോമ്പൗണ്ട് തരുവാണെങ്കിൽ ഏത് എലമെന്റിന് ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുമെന്ന് തീരുമാനിക്കുന്നത് ഈ സെറ്റ് ഓഫ് റൂൾസ് വെച്ചാണ്. ഓക്കെ, അപ്പൊ അത് നമ്മളെപ്പോഴും ഫോളോ ചെയ്യാം. ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഓക്സിജൻ ഇൻ മോസ്റ്റ് കോമ്പൗണ്ട്സ് ഈസ് -. അപ്പം ഭൂരിഭാഗം കോമ്പൗണ്ടുകളിലും ഓക്സിജന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് -2 ആണ്. However, we come across two kinds of exceptions here. അപ്പൊ ഇതിന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്. One arises in the compounds case of peroxides and superoxides. അപ്പൊ ഒന്നാമത്തെ എക്സെപ്ഷൻ പറയുന്നത് പെറോക്സൈഡും സൂപ്പർ ഓക്സൈഡും വരുമ്പോഴുള്ള കേസാണ്. ഓക്കെ, ഇപ്പൊ പെറോക്സൈഡ് വരുന്ന കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഓക്കെ, മാത്രമല്ല സൂപ്പർ ഓക്സൈഡ് വരുന്ന കേസ്, സൂപ്പർ ഓക്സൈഡ് എക്സാമ്പിൾ ആണ് KO2 RbO2 കൊടുത്തേക്കുന്നത്. അപ്പൊ സൂപ്പർ ഓക്സൈഡ് വരുന്ന കേസിൽ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? -½ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് എക്സെപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിജൻ ഫ്ലൂറിനുമായിട്ടുള്ള കോമ്പൗണ്ട്സ് വരുമ്പോഴാണ്. അപ്പൊ നമുക്കറിയാം പീരിയോഡിക് ടേബിളിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഫ്ലൂറിൻ. രണ്ടാമത്തെ സ്ഥാനമാണ് ഓക്സിജനോട്. അപ്പൊ ഓക്സിജൻ ഫ്ലൂറിനായിട്ട് വരുന്ന കേസിൽ എന്താണ്? ഓക്സിജന് പോസിറ്റീവ് ഓക്സിജൻ സ്റ്റേറ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഫ്ലൂറിനായിട്ട് വരുന്ന കോമ്പൗണ്ട്സിൽ ഓക്സിജൻ സ്റ്റേറ്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ആദ്യം നിൽക്കുന്നത് OF2 ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ ഓക്സിജന് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ O2F2 ഡൈ ഓക്സിജൻ ഡൈഫ്ലൂറൈഡ്, ഈ കോമ്പൗണ്ടിൽ ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. ഓക്കെ, the number assigned to oxygen will depend upon the bonding state of oxygen, but this number would now be a positive figure only. അപ്പൊ എന്താണ്? ഈ ഫ്ലൂറിൻ വരുന്ന കേസിൽ മാത്രമാണ് ഓക്സിജന് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളതെന്ന് ആലോചിക്കും. ബാക്കി എല്ലാ കേസിലും ഓക്സിജൻ നെഗറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ അതിനകത്ത് വരുന്ന ഒരു ചെറിയ ചേഞ്ച് ആണ് സൂപ്പർ ഓക്സൈഡിലും പെറോക്സൈഡിലും. സൂപ്പർ ഓക്സൈഡിൽ ഓക്സിജൻ സ്റ്റേറ്റ് -1/2 ആണ്, പെറോക്സൈഡ് ആണെങ്കിൽ -1 ആണ്. ഓക്കെ, the oxidation number of hydrogen is +1 except when it is bonded to metals in binary compounds. അപ്പൊ എന്താണ്? ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്? എപ്പോഴും +1 ആണ്. പക്ഷെ മെറ്റൽസുമായിട്ട് ബൈനറി കോമ്പൗണ്ട്സ് ഉണ്ടാക്കുമ്പോൾ അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1 ആണ്.
അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് തന്നേക്കുന്നത് LiH, NaH, CaH2. ഇതിനെല്ലാം എന്താണ് ഹൈഡ്രജൻ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് -1. In all its compounds, fluorine has an oxidation number of -1. ഏതൊരു കോമ്പൗണ്ട് വന്നാലും ഫ്ലൂറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ് -1 ആണ്. കാരണം എന്താണ് ഏറ്റവും പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അതർ ഹാലജൻസ് എന്താണ് ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഓൾസോ ഹാവ് an oxidation number of -1 when they occur as halide ions in their compounds. അപ്പൊ എന്താണ് അവർക്ക് വേറെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് -1 ഒക്കെ ഉണ്ട്. അപ്പം ഹാലൈഡ് അയോൺസ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റിൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എന്താണ് -1 സ്റ്റേറ്റും കാണിക്കാറുണ്ട്. ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയഡിൻ വെൻ കമ്പൈൻ വിത്ത് ഓക്സിജൻ, ഇപ്പൊ എന്താണ് ഓക്സിജൻ ആയിട്ട് കമ്പൈൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഓക്സോ ആസിഡ്സ്, ഓക്സോ ആനോൺസ്. ഇപ്പൊ എന്താണ് ഈ കേസിലൊക്കെ എന്താണ് ഇവർക്ക് പോസിറ്റീവ് ഓക്സിഡേഷൻ നമ്പറും കാണിക്കാറുണ്ട്. ഇപ്പൊ +5, +7, +3, +3 ഇങ്ങനെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ എന്താണ് ഇവര് കാണിക്കാറുണ്ട്. ഓക്കെ, the algebraic sum of oxidation number of all the atoms in a compound must be 0. അപ്പൊ എന്താണ് ഒരു കോമ്പൗണ്ടിൽ നമ്മൾ എല്ലാ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പറിന്റെ സം നമ്മൾ എടുത്താൽ എന്താണ് നമുക്ക് ഫൈനൽ റിസൾട്ട് 0 ആയിട്ട് കിട്ടും. In polyatomic ion, the algebraic sum of all the oxidation number of atoms of the ion must equal the charge on the ion. അപ്പൊ നമ്മൾ എന്താണ് ഒരു പോളിഅറ്റോമിക് അയോൺ ആണ് കൺസിഡർ ചെയ്യുന്നത്. പോളിഅറ്റോമിക് അയോൺ ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അയോണിന്റെ ടോട്ടൽ ചാർജ് അതായിരിക്കണം അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ആറ്റത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഓക്കെ, thus this oxidation number of 3 oxygen atoms and 1 carbon atom, the carbonate ion must equal -2. എന്ന് വെച്ചാൽ ഇപ്പം CO3 2- അയോൺ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് X ആണ്, ഓക്സിജന്റെ ഓക്സിജൻ സ്റ്റേറ്റ് Y ആണെങ്കിൽ ഓക്കെ X + 3Y എന്ന് പറയുന്നത് എന്തായിരിക്കണം -2 ആയിരിക്കണം. 3Y എടുത്തത് എന്തുകൊണ്ടാണ് 3 ഓക്സിജൻ ആറ്റം ഉണ്ട്, അതുകൊണ്ടാണ് 3Y എടുത്തത്. X + 3Y എന്ന് പറയുന്നത് ആ അയോണിന്റെ ചാർജ് ആയിട്ടുള്ള -2 അത് നമുക്ക് കിട്ടണം. അപ്പൊ അതാണ് പോളിഅറ്റോമിക് അയോൺസ് വരുമ്പോഴുള്ള റൂൾ. By the application of above rules, we can find out the oxidation number of the desired element in a molecule or in ion. It is clear that the metallic elements have positive oxidation number and non-metallic elements have positive or negative oxidation number. എന്താണ് പറയുന്നത് ഈ റൂൾസ് ഒക്കെ വെച്ച് നമുക്കൊരു കോമ്പൗണ്ടിലുള്ള ഓരോ ആറ്റത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് മെറ്റൽസ് ആണെങ്കിൽ എന്താണ് പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഉണ്ടാക്കി, നോൺ മെറ്റൽസ് ആണെങ്കിൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാവും. അപ്പൊ അതിന് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും നമ്മൾ ഓൾറെഡി കേസ് പറഞ്ഞല്ലേ. ഇപ്പം എന്താണ് ക്ലോറിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഒക്കെ എന്താണ് ഓക്സിജൻ ആസിഡ്, ഓക്സോ ആനോൺസിലൊക്കെ പോസിറ്റീവ് ഓക്സിഡേഷൻ കാണിക്കാറുണ്ട്. മാത്രമല്ല ഓക്സിജൻ തന്നെ എന്താണ് പോസിറ്റീവ് ഓക്സിഡേഷൻ കാണിക്കാറുണ്ട്. അവരുടെ ഫ്ലൂറിനായിട്ടുള്ള കോമ്പൗണ്ട്സിൽ പോസിറ്റീവ് ഓക്സിഡേഷൻ കാണിക്കാറുണ്ട് നമ്മൾ പറഞ്ഞു. ഓക്കെ, the atoms of transition elements usually display several positive oxygen. ഇപ്പൊ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ് ഒന്നിൽ കൂടുതൽ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാറുണ്ട്. The highest oxidation number of a representative element is the group number for the first 2 groups and the group number -10 for the other groups. അപ്പം റെപ്രസെന്റേറ്റീവ് എലമെന്റ്സ് എന്ന് പറയുന്ന ഏതാണ് നമ്മുടെ ഗ്രൂപ്പ് 1ഉം 2ഉം പിന്നെ 13 to 18 ഈ ഗ്രൂപ്പ്സിൽ ആ ഗ്രൂപ്പിലുള്ള ഓരോ ഗ്രൂപ്പിലുള്ള എന്താണ് ഹയസ്റ്റ് മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്ന എന്താണ് ഗ്രൂപ്പ് 1ഉം 2 ആണെങ്കിൽ അവരുടെ ഗ്രൂപ്പ് നമ്പർ തന്നെയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ള 13 to 18 ആണെങ്കിൽ എന്താണ് ഗ്രൂപ്പ് നമ്പർ -10 ആണ് അവർക്ക് കാണിക്കാൻ പറ്റുന്ന ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ എന്നോട് കാണിക്കുന്നത്. Thus, it implies that the highest value of oxidation number exhibited by an atom of an element generally increases across the period in a periodic table. അപ്പൊ അതെന്താണ് പറയുന്നത് ഒരു പീരീഡിൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ എന്താണ് ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പറിന്റെ വാല്യൂ കാണിക്കുന്ന എന്താണ് കൂടി കൂടി വരും. ഇപ്പൊ നമ്മൾ നോക്കുക, ഇപ്പൊ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് ഇവിടെ എഴുതാം 1, 2 പിന്നെ നമുക്ക് 13, 14, 15, 16, 17, 18 അല്ലെ. 1നും 2നും നമ്മൾ പറഞ്ഞ ഗ്രൂപ്പ് നമ്പർ തന്നെയാണ് അതിന്റെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഇവിടെ എന്തായിരിക്കും ഇവിടെ 1 ആയിരിക്കും 2 ആയിരിക്കും. പിന്നെ 13 to 18 വരുമ്പോൾ എന്താണ്
ഗ്രൂപ്പ് നമ്പർ -10 ആണ് അവരുടെ മാക്സിമം കാണിക്കാവുന്ന ഓക്സിജൻ സ്റ്റേറ്റ്. ഇപ്പൊ ഇവിടെ 13 ആണെങ്കിൽ 13 - 10 3, 14 - 10 4, 15 - 10 5, 16 - 10 6, 7, 8. അപ്പൊ അങ്ങനെ 15 റൈറ്റിലോട്ട് എന്താണ് മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ് കൂടി വരികയാണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ഈ 18 നോബിൾ ഗ്യാസസ് നമ്മൾ ജനറലി കൺസിഡർ ചെയ്യാറില്ല. ഓക്കെ, a term that is often used interchangeably with the oxidation number is the oxidation state. നമ്മൾ ഓക്സിഡേഷൻ നമ്പർ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ ഇന്റർചേഞ്ചബിൾ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് ഒരേ സാധനം കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Thus in CO2 the oxidation state of carbon is +4. അതങ്ങനെ നമുക്ക് കിട്ടി. നമുക്ക് നോക്കാം CO2 മോളിക്യൂൾ നമ്മൾ പറഞ്ഞു ഏതൊരു മോളിക്യൂൾ ആണെങ്കിലും ഓക്സിജന്റെ എന്താണ് ഓക്സിജൻ സ്റ്റേറ്റ് -2 ആയിരിക്കും അല്ലേ. ഇവിടെ 2 ഓക്സിജൻ ഉള്ളതുകൊണ്ട് ഇവിടെ മൊത്തത്തിൽ എന്തായിരിക്കും -4 ആയിരിക്കും. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് X നിർത്തും. ഒരു മോളിക്യൂളിന്റെ മൊത്തത്തില് കോവലന്റ് മോളിക്യൂൾ ആണെങ്കിൽ മൊത്തത്തിലുള്ള ഓക്സിജൻ സ്റ്റേറ്റിന്റെ സം എന്തായിരിക്കണം 0 ആയിരിക്കണം. അപ്പൊ X - 4 നമ്മൾ 0 എന്ന് എടുത്താൽ എക്സിന്റെ വാല്യൂ എന്ത് വരും +4 വരും. അപ്പൊ അങ്ങനെയാണ് ഇവിടെ കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +4 ആയത്. Thus in CO2 the oxidation state of carbon is +4 and that is also its oxidation number. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും +4 ആണ്. അതേപോലെ തന്നെ CO2 മോളിക്യൂൾ ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ഓക്സിഡേഷൻ നമ്പർ എന്താണ് -2 ആണ്. This implies that the oxidation number denotes the oxidation state of an element in a compound. ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ഒരു കോമ്പൗണ്ടിലുള്ള ഒരു ആറ്റത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമ്പറാണ്. ഓക്കെ, ഈ ടേബിൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, the oxidation number or state of a metal in a compound is sometimes presented according to the notation given by German scientist Alfred Stock. It is popularly known as the Stock notation. ഇപ്പൊ എന്താണ് ചില കോമ്പൗണ്ട്സിൽ മെറ്റൽസ് ഉണ്ടെങ്കിൽ ആ മെറ്റൽസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ എന്താണ് സ്റ്റോക്ക് നൊട്ടേഷൻ വെച്ച് കാണിക്കാറുണ്ട്. അതെന്താ നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് the oxidation number is expressed by putting a Roman numeral representing the oxidation number in parenthesis after the symbol of the metal in the molecular formula. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല എഴുതുന്നു, മെറ്റൽ ഉള്ള ഒരു മോളിക്കുലർ ഫോർമുല എഴുതുന്നു. മെറ്റൽ ഉള്ള ഒരു കോമ്പൗണ്ടിന്റെ മോളിക്കുലർ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ് നമ്മൾ റോമൻ ന്യൂമറൽസ് ആയിട്ട് പാരന്തസിസ് അല്ലെങ്കിൽ ഈ ബ്രാക്കറ്റിൽ നമ്മൾ കാണിക്കും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഓറസ് ക്ലോറൈഡിനകത്ത് AUവിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അതുകൊണ്ട് AU റോമൻ ന്യൂമറൽ 1 ഇൻ ബ്രാക്കറ്റ് എന്നിട്ട് നമ്മൾ സീര കാണിച്ചു. പിന്നെ ഓറിക്ലോറൈഡ് എന്താണ് AUവിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +3 ആണ്. അത് നമ്മൾ AU റോമൻ നമ്പറിൽ 3 വെച്ച് കാണിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റാനസ് ക്ലോറൈഡിൽ എന്താണ് ടിന്നിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് +2 ആയതുകൊണ്ട് അതാണ് റോമൻ നമ്പർ 2 ആണ്. ഇത് പിന്നെ സ്റ്റാനിക് ക്ലോറൈഡിൽ SN4+ ആണ്. അത് നമ്മൾ റോമൻ നമ്പറിൽ കാണിച്ചു. അപ്പൊ ഇങ്ങനെ ഈ റോമൻ നമ്പറിൽ കാണിക്കുന്നതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ നമ്മൾ വിളിക്കുന്നത്. This change in oxidation number implies change in oxidation state, which in turn helps to identify whether the species is present in oxidized form or reduced form. ഇപ്പൊ എന്താണ് നമുക്ക് നമ്പർ മാറുന്ന അനുസരിച്ച് അത് തന്നേക്കുന്ന ഫോം ഓക്സിഡൈസ്ഡ് ഫോം ആണ് റെഡ്യൂസ്ഡ് ഫോം ആണെന്ന് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് തന്നേക്കുന്ന എക്സാമ്പിൾ ആണ് Hg2Cl2 is the reduced form of HgCl2. അപ്പൊ Hg2Cl2 മെർക്കുറിയുടെ ഓക്സിജൻ സ്റ്റേറ്റ് +1 ആയിരുന്നു. അപ്പൊ എന്താണ് അത് HgCl2 എന്താണ് +2 ആണ് അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ്. ഇപ്പൊ എന്താണ് Hg2Cl2 എന്ന് പറയുന്നത് HgCl2ന്റെ റെഡ്യൂസ്ഡ് ഫോം ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിഡേഷൻ നമ്പർ വെച്ച് നമ്മൾ ഓരോ പ്രോസസ്സിനെ എങ്ങനെയാണ് പറയാം അത് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുമ്പോൾ ഇൻക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ അതാണ് നമ്മൾ എന്ത് ഓക്സിഡേഷൻ ആയിട്ട് പറയുന്നത്. ഇപ്പൊ എന്താണ് റിഡക്ഷൻ നേരെ ഓപ്പോസിറ്റ് ചെയ്യാറ് ഓക്സിഡേഷൻ നമ്പർ കുറയുന്നതിനാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ ഓക്സിഡൈസിങ് ഏജന്റ് എന്താണ് റിയേജന്റ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദി ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആൻ എലമെന്റ് ഇൻ എ ഗിവൺ സബ്സ്റ്റൻസ് അല്ലെ. ഓക്സിഡേഷൻ നമ്പർ കൂട്ടാനുള്ള കഴിവുള്ള ആൾക്കാർ അവരെയാണ് നമ്മൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വിളിക്കുന്നത്. അവരെ നമ്മൾ എന്താണ് ഓക്സിഡൻസ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. റെഡ്യൂസിങ് ഏജന്റ് എന്താണ് മറ്റൊരാളുടെ ഓക്സിഡേഷൻ നമ്പറിനെ കുറയ്ക്കാൻ കഴിവുള്ള ആൾ അവരെ നമ്മൾ റിഡക്റ്റൻസ് എന്ന് വിളിക്കാറുണ്ട്. ഇപ്പൊ എന്താണ് റിഡോക്സ് റിയാക്ഷൻസ് വിച്ച് ഇൻവോൾവ് ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദി ഇന്ററാക്ടിങ് സ്പീഷീസ്. ഇന്ററാക്ടിങ് സ്പീഷീസിന്റെ ഓക്സിഡേഷൻ നമ്പറിന് ചേഞ്ച് ഉണ്ടാവുന്ന റിയാക്ഷൻസിനെയാണ് നമ്മൾ റിഡോക്സ് റിയാക്ഷൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, നമ്മൾ ഇന്ന് തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്താണ്. ബാക്കി നമുക്ക്
അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ്. ഓക്കെ, താങ്ക് യു.